സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ഉണക്ക ചെമ്മീൻ വെച്ചൊരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത്. നേരത്തെ ഞാനൊരു ചമ്മന്തിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് പലരും ചോദിച്ചു ഉണക്ക തേങ്ങ അല്ലെ കൊപ്രയിൽ ഇത് തയ്യാറാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തയ്യാറാക്കാൻ പറ്റും. ഇത് 1 മാസം വരെ കേടാവാതിരിക്കും. ഫ്രിഡ്ജിലും വെച്ച് സൂക്ഷിക്കുക. നനഞ്ഞ സ്പൂണൊന്നും വിടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചോറൊക്കെ ഉണ്ണാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെ കൊഞ്ച്, ഉണങ്ങിയ കൊഞ്ച്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ 1 കപ്പ് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കഴുകിയിട്ടില്ല. ഇനി ഇതിൻ്റെ വാലും തലയും ഒക്കെ ഒന്ന് തിരുമ്മി കളയത്തേ ഉള്ളൂ. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നമ്മൾ വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. കഴുകി ഉണക്കാത്ത ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ അത് കഴുകിയിട്ട് കുറച്ച് എണ്ണയിൽ വറുത്തെടുത്താലും മതി. നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരും. ഈ ചൂടിൽ തന്നെ നമ്മൾ നിരത്തി അങ്ങ് മാറ്റി വെക്കുക. 1 തേങ്ങയിലാണ് നമ്മൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. അത് 1 തേങ്ങ ചിരവി റെഡിയാക്കി കൊണ്ടുവച്ചിരിക്കുക. ഇതിനി നമ്മൾ ജാറിൽ ഒന്ന് കറക്കി എടുക്കാൻ പോവുക, കുറേശ്ശെ ഇട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരേ അളവിൽ മൂത്ത് കിട്ടും തേങ്ങ. ഒരു എളുപ്പ വഴിയാട്ടോ. ഇത് നമ്മൾ കുറേശ്ശെ ഇട്ട് പകുതി വീതം ഇടുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരേ അളവിൽ മൂത്ത് കിട്ടും. ഞാനിങ്ങനെ അല്ല ഇവിടെ തയ്യാറാക്കുന്നത്. ഇതൊന്ന് 2-3 പ്രാവശ്യം വണ്ണിലിട്ടൊന്ന് കറക്കി കൊണ്ടുവരാം. വണ്ണിലിട്ട് 2-3 കറക്കി നിർത്തി കറക്കിയാൽ മതി. അന്നേരം ഇതുപോലെ ക്രഷ് ചെയ്ത് കിട്ടും. ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, ചട്ടിയിലേക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ പെട്ടെന്നാവും. പെട്ടെന്ന് മൂത്ത് കിട്ടും, ഒരുപോലെ മൂത്ത് കിട്ടും. വലിയ പീസും ചെറിയ പീസുമായിട്ട് കിടക്കത്തില്ല. ബാക്കിയും കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് കറക്കി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പച്ചത്തേങ്ങ കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ കൊപ്ര ഇതുപോലെ പൊടിച്ചെടുത്തിട്ടും തയ്യാറാക്കാം കേട്ടോ. ഉണക്കത്തേങ്ങ കൊപ്ര എന്നൊക്കെ പറയും. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചമ്മന്തിപ്പൊടിയിൽ. ഉണങ്ങിയ തേങ്ങയിലല്ലേ കൊപ്ര വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. കൊപ്ര വെച്ചിട്ട് നമുക്ക് ജാറിനകത്ത് കറക്കി എടുത്തിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 10 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് 10 എണ്ണം വേണ്ടെങ്കിൽ 5 എണ്ണം ഇട്ടാലും മതി കേട്ടോ. ഇത് ചെമ്മീനല്ലേ, ഞാനതിന് കൊച്ചുള്ളി കുറച്ച് കൂടുതലിട്ടത്. 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേട്ടോ, ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർക്കുക. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ആദ്യം തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമ്മൾ തേങ്ങ പൊടിച്ച് കൊണ്ടുവന്നപ്പോൾ കണ്ടോ, ഒരേപോലെ ഇരിക്കുക, ഒരേ അളവാണ്, വലിപ്പച്ചെറുപ്പമില്ല, ഒരേ വലിപ്പത്തിൽ കിട്ടി. അന്നേരം നമുക്ക് പെട്ടെന്ന് മൂത്തും കിട്ടും, പിന്നെ കരിഞ്ഞും പോകത്തില്ല. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കണം, എന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിടും, പിന്നെ ലോ ഫ്ലെയിമിലിടും. തേങ്ങയുടെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ ടേസ്റ്റ് കുറയും. 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുമ്പോൾ ഇഞ്ചി ഇച്ചിരി 10 കുരുമുളകൊക്കെ ഇട്ട് തയ്യാറാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്ക്. ഒരു 10 കുരുമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെമ്മീൻ കറി, പച്ച ചെമ്മീൻ കറി വെക്കുമ്പം ഇതൊക്കെ ചേർത്തല്ലേ നമ്മൾ കറി വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുമ്പോഴും ഈ കുരുമുളകും ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതൊക്കെ ചേർക്കാതെ വേണമെങ്കിലും തയ്യാറാക്കാം, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കളറ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ എടുക്കുക. അതായത് ഗോൾഡൻ്റെയും ഡാർക്ക് കളറിൻ്റെ ഇടയ്ക്കൊരു കളർ വരെ ഞാൻ കാണിച്ചു തരാം. തേങ്ങ വറക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ മുളക് പൊടി ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മുളക് ഇടുകയാണെങ്കിൽ 4-5 എണ്ണം എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക.
എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എനിക്ക് എരിവ് ഇത്രയും മതി കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടല്ലോ. ഇനി നമുക്ക് ഈ ചെറിയ ചൂടിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. മുളക് പൊടിയുടെ പച്ച മണം ഒന്ന് മാറുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ചൂടാണ് ഈ ചട്ടി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നല്ല ചൂടിലിരുന്ന് ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്നുകൂടെ മാറി തേങ്ങയൊക്കെ ഒന്നുകൂടെ ഒന്ന് മൂത്ത് നല്ല റെഡിയായി കിട്ടും. കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെമ്മീനൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതുപോലെ ഗ്ലാസ് എടുത്തില്ല എന്തെങ്കിലും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ വാലും തലയും ഒന്ന് കളയണം. അത് ഇങ്ങനെ ഒന്ന് ആക്കുമ്പം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ വാലും തലയും ഒക്കെ പൊടിഞ്ഞങ്ങ് പോകും. പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് അമർത്തി തിരുമുമ്പം ആ വാലും തലയും എല്ലാം പൊടിഞ്ഞങ്ങ് പോകും. നല്ലപോലെ മൂത്തിരിക്കുക. ഒരുപാട് അമർത്തണ്ട, പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പാറ്റി ഇതിൻ്റെ പരിപ്പ് മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കാം. ചെമ്മീൻ്റെ ഇതിൻ്റെ പാലും തലയെല്ലാം പൊടിഞ്ഞങ്ങ് പോട്ടെ. നമ്മളിതിൻ്റെ വാലും തലയും എല്ലാം പൊടിഞ്ഞത് പാറ്റി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെമ്മീൻ്റെ പരിപ്പ് മാത്രം കിട്ടിയിട്ടുണ്ട്, ആ മാംസം മാത്രം. ഇനി നമുക്കിത് തേങ്ങ വറുത്ത് അതിനകത്തേക്ക് ആ ചൂടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് അതുപോലെ തന്നെ ചെമ്മീൻ കണ്ട് ഇതുപോലെ പൊടിഞ്ഞ് വരണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ പൊടിയണം. അതതിൻ്റെ ഒരു പരുവം. കണ്ടോ, ഇങ്ങനെ പൊടിയണം. 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റൊക്കെ അനുസരിച്ച് ഇടുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെമ്മീനും തേങ്ങയും എല്ലാം കൂടെ നല്ല കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ചൂടൊക്കെ ആറിയട്ടെ, ചെറിയ ചൂടേ ഉള്ളൂ. ചെറിയ ചൂടോടെ പൊടിക്കണം, ഒത്തിരി അങ്ങ് തണുത്ത് പോകരുത്. ചെറിയ ചൂടിലിരുന്ന് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടെ ഇടണം കേട്ടോ, ഒത്തിരി തണുത്ത് പോയാൽ കൊള്ളത്തില്ല. നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. പകുതി നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം, ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം. പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിക്കണം, കൂടുതൽ പൊടിക്കരുത്. പൊടിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇങ്ങനെ കിടക്കണം. എന്താ വേണ്ട, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി കൂട്ടി എല്ലാം ചോറും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മണം കേട്ടാൽ തന്നെ ചോറിറങ്ങും. ഉണ്ട്, ബാക്കിയും കൂടെ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഉണങ്ങിയ ടിന്നിലിട്ട് അടച്ച് വയ്ക്കുക. ഇതിൽ ഉണങ്ങിയ സ്പൂണേ ഇടാവുള്ളൂ, നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. അങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാലും കുറേ നാൾ കൂടുതലാണ് ഇരിക്കും. വെളിയിലിരുന്നാലും 1 മാസം വരെ ഇരിക്കും, ഒരു കേടും വരത്തില്ല. നനഞ്ഞ സ്പൂൺ ഇടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല അടിപൊളി ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല മണമൊക്കെ ഉണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.